ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ചില വിഷയങ്ങളിന്മേൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് കേട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായ ഉപദേശം, ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ വിഷമത്തിലായിരിക്കുന്ന, അസ്വസ്ഥതയിലായിരിക്കുന്ന ചിലരെ ഈ രാത്രിയിൽ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. കർത്താവ് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി കാണിച്ചു തരും. ഇനി എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ട് പോകണം, എങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കും എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അനേകരെ ഈ രാത്രിയിൽ കർത്താവ് തൊടുന്നു. നിങ്ങളെ ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവ്, നിങ്ങളെ വഴി നടത്താൻ രക്ഷകനായ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളോട് അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കും. വഴിമുട്ടി നിൽക്കുന്നവർക്ക് വഴിയായ ക്രിസ്തുവാണ് നമ്മുടെ മുന്നോട്ടുള്ള മാർഗദീപം. അതിനാൽ ഈ രാത്രിയിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. പോകേണ്ട ഇടം എവിടെ, ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്ന് ചിലർ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് വഴികാട്ടിയാകും. നിങ്ങളെ അവിടുന്ന് സഹായിക്കും. എന്ത് ചെയ്തിട്ടും ഒരു ഉയർച്ചയില്ലാതെ, ഒരു സന്തോഷമില്ലാതെ, ജീവിതത്തിൽ ഒരു പ്രതിഫലമില്ലാതെ ജീവിക്കുന്ന പല മക്കളെയും ഈ രാത്രിയിൽ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. നിങ്ങളുടെ അധ്വാനം ഒരിക്കലും വൃഥാവാവുകയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ അധ്വാനത്തിന് ഇപ്പോൾ ഫലം കാണുന്നില്ലായിരിക്കാം. നിങ്ങൾ എന്തിനു വേണ്ടിയോ ആർക്കു വേണ്ടിയോ ജീവിക്കുന്നു എന്നുപോലും അറിയാൻ വയ്യാതെ, ഒരു ലക്ഷ്യം കാണാതെ ജീവിക്കുന്നവർക്ക് ഇന്ന് കർത്താവാണ് ലക്ഷ്യം. കർത്താവ് നിങ്ങളോട് പറയുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഞാൻ നിങ്ങളെ ഉപദേശിക്കാം, നിങ്ങൾ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം എന്ന് സങ്കീർത്തകനിലൂടെ ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തുറക്കുക, മനസ്സ് തുറക്കുക. നമ്മുടെ വേദനകളെ, ചെയ്തുപോയ തെറ്റുകളെ, പാപങ്ങളെ, ചെയ്യാതെ പോയ നന്മകളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അകാരണമായി ഉണ്ടാകുന്ന ശത്രുക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഈ രാത്രിയിൽ നമ്മെ വേദനിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന രോഗങ്ങളെ സമർപ്പിക്കുക. മക്കളുടെ പഠനത്തെക്കുറിച്ചോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ രാത്രിയിൽ എല്ലാ കുടുംബനാഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും ദൈവാനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കുടുംബത്തെ വഴി നടത്തുന്ന കുടുംബനാഥന്മാർക്കും കുടുംബനാഥകൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അവരെ സ്പർശിച്ച് ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും അറിവും എളിമയും ക്ഷമയും കൃപയും സാമ്പത്തികവും ആരോഗ്യവുമായ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ കർത്താവ് തന്നെ ക്രമീകരിക്കുവാൻ, കർത്താവ് ഉപദേശിക്കുന്ന വഴിയെ നടക്കുവാൻ ഈ രാത്രിയിൽ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേദനിച്ചിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് കനിവ് തോന്നി. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ശരിയാണോ? എന്തുകൊണ്ട് ഈ തകർച്ച അനുഭവപ്പെടുന്നു? എന്തുകൊണ്ട് പ്രതിഫലം നഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് അകാരണമായി ശത്രുക്കൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരു സംതൃപ്തിയില്ല, ഒരു സമാധാനമില്ല? ഈ അവസ്ഥയ്ക്ക് ഉള്ള കാരണം ഈ രാത്രിയിൽ കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഇതിൻ്റെ കാരണം എന്താണെന്നറിഞ്ഞ് ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ
ഈ രാത്രിയിൽ ഞങ്ങളെ ഒരു പുത്തൻ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി, ഞങ്ങളുടെ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾക്കുള്ള മറുപടി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നിലവിളി കേൾക്കുന്ന ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക്, ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ഉപദേശം നൽകി ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ അറിയാവുന്ന ദൈവമേ, ഞങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ എങ്ങനെയായിരിക്കുന്നുവോ അത് ഞങ്ങൾക്ക് ഇന്ന് വെളിപ്പെടുത്തി തരണമേ. നീ ഞങ്ങളെ കാണുന്നത് പോലെ ഞങ്ങൾക്കും ഞങ്ങളെ കാണാൻ കർത്താവേ, വെളിവിൻ്റെയും ബുദ്ധിയുടെയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ രാത്രിയിൽ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കും. അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കും. മകനെ, മകളെ, ഇതാണ് വഴി, ഇതിലേ പോവുക. നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാം പോകേണ്ട വഴി വ്യക്തമായി നമുക്ക് വെളിപ്പെട്ട് കാണുന്നതിന് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് തന്നെ നമ്മെ ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്യും. നാം ഭാരപ്പെടരുത്. എല്ലാ വിഷയങ്ങൾക്കും കർത്താവിൽ പരിഹാരമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവിൽ പ്രതിവിധികളുണ്ട്. അതിനാൽ പ്രതിസന്ധികൾ, ഇപ്പോൾ കാണുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം മാറിപ്പോകും. ഇപ്പോൾ കാണുന്ന പരാജയവും തകർച്ചയും ഒന്നുമില്ലായ്മ എല്ലാം നീങ്ങിപ്പോകും. കർത്താവിൽ പൂർണ്ണമായി നിങ്ങൾ വിശ്വാസമർപ്പിച്ച് ശരണപ്പെടുക. അവിടുന്ന് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഈ ലോകം മുഴുവനും നമ്മെ ഉപേക്ഷിച്ചാലും തിരസ്കരിച്ചാലും, നമ്മുടെ നന്മയെ കാണാതെ പോയാലും, നമ്മുടെ നന്മയെ കാണുന്ന കർത്താവ് സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള കണ്ണുകൾ കൊണ്ട് നമ്മെ നോക്കുന്നു. അവിടുന്ന് തീർച്ചയായും നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകും, നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും, നമ്മുടെ പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ കരകയറ്റും. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഈ രാത്രിയിൽ തന്നെ കർത്താവ് നിന്നോട് സംസാരിക്കും. അതിനാൽ ഭാരപ്പെടരുത്, ഭയപ്പെടരുത്, നിരാശ വേണ്ട. എന്തെന്നാൽ ഈ കാണുന്ന എല്ലാ അവസ്ഥയും മാറും. ഒരു പുതിയ നല്ല ജീവിതം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സമാധാനവും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ആരോഗ്യമുള്ള ഒരു ജീവിതം എല്ലാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ കാണുന്ന കഷ്ടതകളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. വരാൻ പോകുന്ന നന്മകളുടെ അടിസ്ഥാനമായിട്ടാണ് ഇപ്പോൾ കാണുന്ന കഷ്ടതകൾ. അതിനാൽ നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ വേണ്ട. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ നോക്കുക. നിങ്ങളെ തിരസ്കരിക്കുന്ന വ്യക്തികളിലേക്ക് നോക്കാതെ, നിങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്നവരിലേക്ക് നോക്കാതെ, നിങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന, രക്ഷിക്കുന്ന രക്ഷകനായ ഈശോയിലേക്ക് ഈ രാത്രിയിൽ നമ്മുടെ കണ്ണുകളെ തിരിക്കാം. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കാം. കർത്താവ് ഈ രാത്രിയിൽ നമുക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സൗഖ്യവും കൃപയും നൽകി നമ്മെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ അവിടുത്തെ വചനം ഇന്ന് ധ്യാനിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 32, 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ തിരുവചനത്തിലൂടെ ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അനേക നാളായി ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുടെ മുൻപിൽ
പതറുന്ന ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിരാശയിലായ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ അറിവില്ലായ്മയെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ചെയ്യാതെ പോയ നന്മകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കേൾക്കാതെ പോയ ദൈവ സന്ദേശങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പ്രവർത്തിക്കാതെ പോയ ദൈവഹിതത്തെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണമേ. ഞങ്ങൾ അസ്വസ്ഥഭരിതരാണ്. കർത്താവേ, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരോട് സംസാരിക്കണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഞങ്ങൾക്കൊന്നറിയാം, നീ ഞങ്ങളുടെ ഉപദേശകനാണ്, നീ ഞങ്ങളെ വഴി നടത്തുന്നവനാണ്, നീ ഞങ്ങളുടെ രക്ഷകനാണ്, നീയാണ് ഞങ്ങളുടെ സൗഖ്യദായകൻ. അവിടുത്തെ ദൃഷ്ടിയുറപ്പിച്ച് ഞങ്ങളെ നോക്കുന്നവൻ നീയാണ്. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ എല്ലാം നീയാണ്. നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രത്യാശ വയ്ക്കുന്നു. കർത്താവേ, ശാശ്വതമായ അഭയസ്ഥാനം അങ്ങാണ്. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വിശ്വസ്തനായ ദൈവം അവിടുന്നാണ്. അവിടുന്നാണ് ഞങ്ങളുടെ രോഗസൗഖ്യം നൽകുന്നവൻ. അവിടുന്നാണ് ഞങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും നൽകുന്നവൻ. അവിടുന്നാണ് ഞങ്ങളെ രക്ഷിച്ച ദൈവം. ഞങ്ങളുടെ പാപത്തിൽ നിന്നും തെറ്റുകളിൽ നിന്നും ഞങ്ങൾക്ക് മാപ്പ് നൽകിയ ദൈവം അവിടുന്നാണ്. കർത്താവേ, സകല ആപത്തിൽ നിന്നും രക്ഷിച്ച കർത്താവ് അങ്ങാണ്. ഞങ്ങൾക്ക് ഇന്നോളം ഞങ്ങളെ വഴി നടത്തിയ ദൈവം അവിടുന്നാണ്. അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ വിശ്വാസം അർപ്പിക്കുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവില്ല. എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഏതൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിട്ടും അവിടുത്തെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ ശാന്തമായി നയിച്ച കർത്താവേ, അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ നിസ്സാര കാര്യത്തിൽ പോലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിച്ച ദൈവമേ, ഇനിയുള്ള കാലം പൂർണ്ണമായും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്തു തരും, ഞങ്ങളെ ശരിയായ പാതയിൽ നടത്തും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതിനാൽ ഇപ്പോൾ കാണുന്ന സഹനങ്ങൾ, ഇപ്പോൾ കാണുന്ന ഈ പ്രശ്നങ്ങളെ ഓർത്ത് ഞങ്ങൾ വേദനിക്കുകയില്ല. ഇനി ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയും. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ നന്ദിപൂർവം ഞങ്ങൾ ഈ രാത്രിയിൽ ആയിരിക്കും. ഞങ്ങൾക്ക് കരുണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമേ. ഞങ്ങളുടെ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ഉപദേശം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തോട് നീ സംസാരിക്കണമേ. ഇപ്പോൾ വേദനിച്ചിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. MBBS ഫൈനൽ എക്സാം എഴുതാൻ പോകുന്ന നേഹ എന്ന ഒരു മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ആ മകളെ നയിക്കണമേ. എല്ലാം നല്ലതുപോലെ പഠിക്കാനും നല്ല മാർക്കോടുകൂടെ ആദ്യ ചാൻസിൽ തന്നെ പാസ്സാകുന്നതിനും ഈ മകളെ നീ സഹായിക്കണമേ. വർഷ എന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ജോലിക്ക് വേണ്ടിയും നല്ല ആരോഗ്യത്തോടെ ഉള്ള ഒരു ജീവിതത്തിനു വേണ്ടിയും ഈ മകളെ നീ ആശീർവദിക്കണമേ. ബ്രയൻ ആൻഡ് ഷോണിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നീ എടുത്തു മാറ്റി നല്ല ഒരു ഭാവി ജീവിതം ആ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. വത്സായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നെക്ക് പെയിനും ലെഗ് പെയിനും മറ്റു വേദനകളും രോഗങ്ങളുമായി കഴിയുന്ന ഈ മകൾക്ക് ഈ രാത്രിയിൽ നിന്നിൽ നിന്നും സൗഖ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. NCLEX എക്സാം എഴുതുന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയം നൽകി ഈ മകളെ നീ അനുഗ്രഹിക്കണമേ. MBA പഠിക്കുന്ന ജോയലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മകനെ നീ ആശീർവദിക്കണമേ. പഠനത്തിൽ പൂർണ്ണമായും ശ്രദ്ധിക്കാനും പഠനത്തിന് ഉന്മേഷവും ബുദ്ധിയും ജ്ഞാനവും നൽകി ഈ മകനെ നീ ആശീർവദിക്കണമേ. MRI സ്കാനിങ് നടത്തുന്ന ഒരു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വയറിനും ശിരസ്സിനും MRI സ്കാനിങ് നടത്തിയ ഒരു അമ്മയ്ക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ റിപ്പോർട്ട് എല്ലാം നോർമൽ റിപ്പോർട്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുതകരം ആ മകളെ തൊട്ട് സുഖപ്പെടുത്തി ആ മകളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഈ രാത്രിയിൽ നല്ലൊരു സൗഖ്യം നൽകി സുഖമായ നിദ്ര നൽകി ആ മകളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിക്കൻ പോക്സ് കാരണം വേദനിക്കുന്ന ഒരു മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ആ
ആ മകൾക്ക് പരിപൂർണ സൗഖ്യം നൽകണമേ. നിന്റെ തിരുരക്തം കൊണ്ട് ആ മകളുടെ തല മുതൽ പാദം വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് എത്രയും വേഗം ഈ രോഗത്തിൽ നിന്ന് ആ മകൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടുവേദനയുള്ള ത്രേസ്യാമ്മ പീറ്ററിനും സിവിക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരസഹായം കൂടാതെ ഈ മക്കൾക്ക് നടക്കാനുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ. അനാവശ്യമായ ദുസ്സംശയങ്ങളിൽ നിന്ന് കുടുംബാംഗങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ സമാധാനപരമായ ഒരു ഉറക്കം നൽകി എന്നെ കേൾക്കുന്ന എല്ലാവരെയും നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഏറ്റെടുത്ത കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റുന്ന ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് നല്ല ഒരു ഉറക്കം നൽകി അതിരാവിലെ നിന്റെ കാരുണ്യത്തെ കാണാൻ, നിന്റെ അത്ഭുതങ്ങൾ കാണാൻ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ, ആരോഗ്യത്തോടെ ഉറങ്ങാൻ നമ്മെ സഹായിക്കട്ടെ. എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, നിരാശയിൽ നിന്നും അവിടുന്ന് പ്രത്യേകം കാത്തുകൊള്ളട്ടെ. ശാരീരിക സൗഖ്യം നൽകി ഈ രാത്രിയിൽ സന്തോഷത്തോടെ ഉറങ്ങാൻ നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാവരിലേക്കും ഇതെത്തിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.